നമ്മുടെ പുതിയ നിയമത്തിൽ പൗലോസിന്റെ ലേഖനങ്ങൾ എന്ന ഹെഡിങ്ങിൽ അറിയപ്പെടുന്ന 13 ലേഖനങ്ങളുണ്ട്. എന്നാൽ അതിൽ എബ്രായ ലേഖനത്തിന്റെ മാത്രമേ പൗലോസ് എന്നുള്ള ആ തലക്കെട്ടില്ലാതെ ഉള്ളൂ. അതിന് ചില കാരണങ്ങളുണ്ട് എന്നാണ് വേദശാസ്ത്രികൾ പറയുന്നത്. എങ്കിലും പരക്കെ എബ്രായ ലേഖനവും പൗലോസാണ് എഴുതിയത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ 14 ലേഖനന്റെയും എഴുത്തുകാരൻ അപ്പോസ്തലനായ പൗലോസാണ്. ഇതിൽ ഏറ്റവും സുദീർഘമായ ഒരു ലേഖനമാണ് റോമാലേഖനം. ഒരു കത്ത് എഴുതുവാൻ ആരംഭിച്ചു, അത് ഇത്ര ദൈർഘ്യമായി എഴുതി തീർക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തനിക്ക് കൊടുത്ത പ്രചോദനം എത്ര ശ്രേഷ്ഠമേറിയതാണ്. അത് കേവലം ഒരു കത്തായി തുടങ്ങിയതാണ്. പക്ഷേ ആ കത്ത് ഒരു പുസ്തകമായി മാറത്തക്കവണ്ണം അത്ര ദീർഘമായ ഒരു എഴുത്താണ് എന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവിന് സ്തോത്രം. 14 ലേഖനങ്ങളിൽ റോമാലേഖനത്തിൽ ചില പ്രത്യേകത അതിലുള്ളതിൽ ഒന്ന്, പഴയ നിയമ തിരുവെഴുത്തിൽ നിന്ന് ഏതാണ്ട് 14 പുസ്തകങ്ങളിൽ നിന്ന് ഏതാണ്ട് 70 പരം ഉദ്ധരണികൾ ഈ റോമാലേഖനത്തിൽ തന്നെ പൗലോസ് കൊടുത്തിട്ടുണ്ട്. പഴയ നിയമത്തിലെ 14 പുസ്തകങ്ങളിൽ നിന്ന് ഏതാണ്ട് 70 പരം ഉദ്ധരണികൾ റോമാലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ റോമാലേഖനം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ ഒരു 14 പുസ്തകങ്ങളിൽ കൂടെ നമ്മുടെ ശ്രദ്ധ കയറി ഇറങ്ങുവാൻ്റെ കോണം ഇടയായിത്തീരും. ന്യായപ്രമാണത്തിനോ മനുഷ്യന്റെ സ്വന്തം നീതിക്കോ പ്രവർത്തികളാലോ പരിഹരിക്കുവാൻ കഴിയാത്ത പാപത്തിൽ നിന്നും അതിന്റെ നിത്യശിക്ഷാവിധിയിൽ നിന്നും മനുഷ്യവർഗത്തെ സൗജന്യമായി വീണ്ടെടുക്കുന്ന ദൈവകൃപയുടെയും നീതീകരണത്തിന്റെയും ദൈവിക പദ്ധതിയാണ് ഈ ഗ്രന്ഥത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വേദശാസ്ത്ര സത്യത്തെ വിശദീകരിക്കുന്ന ഏറ്റവും അമൂല്യമായ ഒരു കൃതിയാണ് റോമാലേഖനം. റോമാലേഖനത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം, അതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണം എന്നാണ്. വിശ്വാസത്താലുള്ള നീതീകരണം, ഇതാണ് റോമാലേഖനത്തിലെ പ്രധാന വിഷയമായിരിക്കുന്നത്. മോശയിക ന്യായപ്രമാണത്തിൽ നിന്നുള്ള ക്രൈസ്തവ സഭയുടെ സ്വാതന്ത്ര്യമാണ് ഗലാത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോശയിക ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അതാണ് ഗലാത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ വേദശാസ്ത്ര അടിസ്ഥാനത്തിലുള്ള ക്രിസ്ത്യാനിത്വത്തിന്റെ നിയമസംഹിതയും ക്രിസ്തീയ വിശ്വാസത്തിന്റെ അന്തസത്തയുമാണ് റോമാലേഖനം. ഒന്നുകൂടെ ഞാൻ പറയാം, വേദശാസ്ത്ര അടിസ്ഥാനത്തിലുള്ള ക്രിസ്ത്യാനിത്വത്തിന്റെ നിയമസംഹിതയും എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റോ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അന്തസത്തയുമാണ് റോമാലേഖനം. ഇത് പൗലോസ് കേവലം പാപികൾക്ക് വേണ്ടി എഴുതിയ ഒരു ലഘുലേഖയല്ല, പ്രസ്തുത ഏറ്റവും ഗാംഭീര്യം നിറഞ്ഞ വേദശാസ്ത്രപരമായ ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഇത് പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അതിപ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. അതിന് സ്തോത്രം. ഇത് പഠിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെയും അത് രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്ത ജീവിതങ്ങൾക്ക് രൂപാന്തരം കൊടുത്തു എന്നുള്ളത് ചരിത്രം സാക്ഷ്യം പറയുന്നു. ജോൺ കാൽവിൻ പറയുന്നത്, ഈ ലേഖനം വ്യക്തമായി പഠിച്ചാൽ, അതൊരു വ്യക്തിയെ ഗ്രഹിച്ചാൽ അദ്ദേഹം തിരുവെഴുത്തുകളിലെ ഏറെക്കുറെ മുഴുവനും ഉപദേശങ്ങൾ പഠിക്കുവാൻ സാധ്യമായി തീരുമെന്നാണ്.
ഈ ലേഖനം വായിച്ചതിന്റെ ഫലമായിട്ട് തന്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞ ഒരു പദമാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ പദം ഒരു റോമൻ പുരോഹിതനായിരുന്ന മാർട്ടിൻ ലൂതറിന്റെ ഹൃദയത്തിൽ പതിച്ചപ്പോൾ അത് താൻ പരിപുഷ്ടിപ്പെടുത്തിയെടുത്ത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞ് കാതോലിക്ക സഭ വിട്ട് നവീകരണത്തിലേക്ക് കാലൂന്നി ഇറങ്ങുവാൻ ആ ദൈവദാസനെ ദൈവം ഒരുക്കി. അപ്പൊ ഈ റോമാലേഖനം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ വ്യക്തി ജീവിതത്തിൽ വളരെ പരിവർത്തനം വരുത്തുന്ന ഒന്നാണ്. ഇത് നാം മനസ്സിലാക്കണം. നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്നാൽ എന്മാത്രം പരിവർത്തനം നമ്മളിൽ ഈ ലേഖനം വരുത്തിയെന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും. ജോൺ കാൽവിന്റെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തിയത് ഈ പ്രത്യേകം ഈ ലേഖനമാണ്. വെസ്ലിയുടെ ജീവിതത്തിൽ അതേ പരിവർത്തനം വരുത്തിയത് ഈ ലേഖനമാണ്. മാർട്ടിൻ ലൂതറിനെ പരിവർത്തനം വരുത്തിച്ചത് ഈ ലേഖനമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ പരിവർത്തനം വരുത്തുവാൻ കഴിയുന്ന ഒരു ലേഖനമാണ് നാം പഠിക്കുവാൻ പോകുന്നത്. വിശുദ്ധ അഗസ്റ്റീൻ രക്ഷിക്കപ്പെട്ടതും വിശുദ്ധീകരണത്തിന്റെ ദീപശിഖയുമായി രംഗത്തെത്തിയതും അതേ റോമാലേഖനത്തിന്റെ പഠനത്തിന്റെ മുഖാന്തരമാണ്. അനേക ജീവിതങ്ങളെ പരിവർത്തനം വരുത്തിയ ഒരു ലേഖനമാണ് റോമാലേഖനം. എൻ്റെ ജീവിതത്തെയും ഇത് മാറ്റിമറിച്ചിട്ടുണ്ട്. ഇത് പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആഴമേറിയ അനേക ആശയങ്ങൾ, തത്വങ്ങൾ, വേദശാസ്ത്ര സംബന്ധമായ വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചു. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിശ്ചയമായിട്ടും പ്രാർത്ഥനയോട് ഇത് പഠിച്ചാൽ ഇത് നമ്മളിൽ പരിവർത്തനം വരുത്തും. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, അത് അതിൻ്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരികയില്ല. കർത്താവിന് സ്തോത്രം. നിശ്ചയമായിട്ടും പ്രാർത്ഥനയോടെ ദൈവമക്കൾ ഇത് പഠിക്കണം, വായിക്കണം. ഇതിൽ എഴുതിയിരിക്കുന്ന സത്യം എന്താണെന്ന് മനസ്സിലാക്കണം. കർത്താവിന് സ്തോത്രം. ഈ ലേഖനം എഴുതിയ കാലഘട്ടവും എന്ന് ചില വാക്കുകളിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ക്രൈസ്തവ ചരിത്രത്തിൽ അനുപമ തേജസ്സോടെ വിരാജിക്കുന്ന അപൂർവ ജ്യോതിസായ ജാതികളുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന പൗലോസാണ് ഈ ലേഖനത്തിന്റെ കർത്താവ്. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോട് ജന്മം കൊണ്ട ദൈവത്തിന്റെ സഭയിൽ ശക്തമായി മുഴങ്ങിക്കേട്ട ഒരു സുവിശേഷ ദൂതിന്റെ ശബ്ദം ഉണ്ടെങ്കിൽ അത് പൗലോസിൽ നിന്ന് വന്ന ശബ്ദമാണ്. യഹൂദ മതത്തിന്റെ കർമാനുഷ്ഠാനങ്ങൾക്ക് അതിന്റെ കടക്കൽ കോടാലി വെച്ച് അതിനെ വെട്ടിത്തകർത്ത ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. അനാചാരങ്ങൾക്കും ന്യായപ്രമാണത്തിനും വിരുദ്ധമായി താൻ ശബ്ദമുയർത്തി. ആ ദൈവദാസന്റെ തൂലികയാണ് ഈ ലേഖനത്തെ ഇത്രമാത്രം പരിനിഷ്ടമാക്കിയെടുത്തത്. പൗലോസിൽ നിന്ന് വന്നിട്ടുള്ള ലേഖനങ്ങളെല്ലാം തന്നെ ഈടുറ്റവയാണ്. ഇത് താൻ എഴുതുവാനുള്ള സമയത്ത് അത് എഴുതിയ അതിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പൗലോസിന്റെ 3ാം മിഷണറി യാത്രയിൽ പൗലോസ് മാസിഡോണിയ സന്ദർശിച്ചു. അങ്ങനെ അതിന്റെ തെക്കൻ സ്ഥലമായ കോരിന്തിൽ ദീർഘമാസങ്ങൾ താമസിച്ച് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താൻ താമസിച്ചു കൊണ്ടിരുന്നത് ഒരു അതിഥി
സൽക്കാരം ചെയ്യുന്ന അതിശ്രേഷ്ഠനായ ഒരു ദൈവദാസനായ ഗായോസിന്റെ ഭവനത്തിലാണ്. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ആ കാര്യം താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഗായോസിന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് പൗലോസ് ഈ ലേഖനം പറഞ്ഞു കൊടുക്കുകയും തെർത്തോസ് എഴുതുകയുമാണ് ചെയ്തത്. ഇത് ഏതാണ്ട് AD 57 അടുത്ത് നടന്നൊരു സംഭവമാണ്. ഇപ്പൊ 3-ാം മിഷണറി യാത്രയിൽ താൻ കോരിന്തിലെത്തി ഗായോസിന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു കൊടുക്കുകയും തൻ്റെ റൈറ്ററായ തെർത്തോസ് എഴുതുകയും ചെയ്ത ഒരു ലേഖനമാണ് റോമാലേഖനം. ആരോ പറയുന്നത് കേട്ടത് പൗലോസ് അല്ല എഴുതിയത്, എഴുതിയത് തെർത്തോസ് ആണ്. അല്ല, തെർത്തോസ് എഴുതി ശരിയാണ്, പക്ഷെ അങ്ങനെയല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. തെർത്തോസ് പൗലോസിന്റെ റൈറ്ററാണ്. ഈ കാലങ്ങളിലും വലിയ പുസ്തകങ്ങളൊക്കെ രംഗത്ത് വരുന്ന നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ അതിന്റെ പിൻപിൽ അതിന്റെ എഴുത്തുകാര് അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ആരുടെ നാവിൽ നിന്ന്, ആരുടെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഡോക്ടർ ബില്ലിഗ്രാം ഒരു പുസ്തകം എഴുതിയാൽ അദ്ദേഹം കുത്തിയിരുന്ന് കൈകൊണ്ട് എഴുതുകയല്ല, അദ്ദേഹത്തിന് റൈറ്റേഴ്സ് ഉണ്ട്. അതുപോലെയുള്ള അനേക വിലപ്പെട്ട ദൈവദാസന്മാർ എഴുതുമ്പോൾ പറഞ്ഞു കൊടുക്കുകയോ ഓഡിയോയിൽ അത് റെക്കോർഡ് ചെയ്യുകയോ അവർ പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവർ എഴുതിയെടുക്കുകയോ ഒക്കെ ചെയ്താണ് പുസ്തകങ്ങൾ രൂപം കൊള്ളുന്നത്. ഇതുപോലെ പൗലോസ് പറഞ്ഞു കൊടുക്കുകയും തെർത്തോസ് എഴുതുകയും ചെയ്തു. അങ്ങനെ ആ ലേഖനം പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ സെൻക്രയ സഭയുടെ ശുശ്രൂഷക എന്ന് പറയുമ്പോൾ ഡീക്കണസ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ സഹോദരി റോമിലേക്ക് പോകുന്നു എന്ന് പൗലോസ് കേട്ട സമയത്ത് ഈ ലേഖനം ആ സെൻക്രയ സഭയുടെ ശുശ്രൂഷകയായിരുന്ന ഫേബയുടെ കൈവശമാണ് ഈ ലേഖനം റോമിലേക്ക് കൊടുത്തയക്കുന്നത്. അവൾ അവിടെ വരുമ്പോൾ അവളെ നിങ്ങൾ സ്വീകരിക്കണമെന്നും മാന്യമായ നിലയിൽ അവളെ യാത്ര അയക്കണമെന്നും ഒക്കെയും അതേ അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസ് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദൈവദാസി സഭയുടെ ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് സഹോദരിമാർക്ക് സഭയിൽ നല്ല സ്ഥാനവും ശുശ്രൂഷയും ദൈവമാർക്ക് ഏൽപ്പിച്ചിരിക്കണം. അതുകൊണ്ട് സഹോദരിമാർ ഒരിക്കലും പിന്നോക്കം നിൽക്കേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങളെ വേലയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാൻ കഴിയും. ഒരു ചെറിയ കാര്യമാണ് ഫേവ ചെയ്തെന്ന് നമുക്ക് തോന്നാം. കാരണം പൗലോസ് എഴുതിയ ഒരു ലേഖനം കോരിന്തിൽ നിന്ന് കപ്പൽ മാർഗം യാത്ര ചെയ്ത് ഇറ്റലിയിൽ കൊണ്ടുപോയി അതേ റോമിലുള്ള വിശ്വാസികൾക്ക് വായിക്കുവാൻ കൊണ്ട് കൊടുത്തപ്പോൾ ആ കാര്യത്തിൽ എന്തെല്ലാം ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് ഫേബ മനസ്സിലാക്കിയില്ല. എന്നാൽ ആഴവേറിയ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ലേഖനവുമായിട്ടാണ് പോകുവാൻ അവൾക്ക് കഴിഞ്ഞത്. ദൈവമക്കളെ, നമ്മുടെ കയ്യിൽ കിട്ടുന്ന സുവിശേഷ ദൂത് നമ്മൾ മറ്റുള്ളവർക്ക് കൈമാറുക. നമ്മൾ കൈമാറുമ്പോൾ അതിൽ കൂടെ ദൈവമാണ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ റോമിൽ ഫേബ മുഖാന്തരമാണ് ഈ ലേഖനം എത്തിച്ചേരുവാന്റെ കൊണ്ണം ഇടയായി തീർന്നത്. റോമ നഗരത്തെ കുറിച്ച് ഒരു ചെറിയ ധാരണ നമുക്കുണ്ടായിരിക്കണം. കാരണം പ്രാചീന റോമ നഗരം എന്ന് പറയുന്നത് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൂടെ ഈ ലേഖനം പഠിക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. 1-ാം നൂറ്റാണ്ടിൽ ഭൂമിയുടെ നഗരരാജ്ഞി എന്നറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണ് റോമ രാജ്യം അല്ലെങ്കിൽ റോമൻ തലസ്ഥാന നഗരി. ഇത് ഇന്ന് റോമാ നഗരം ഇറ്റലിയുടെ തലസ്ഥാനമാണ്. റോമാ സാമ്രാജ്യത്തിന്റെ ഉച്ചാവസ്ഥയിലാണ് ക്രൈസ്തവ മാർഗം റോമിൽ വ്യാപരിച്ചത്.
ഏതാണ്ട് BC 753 റോമുലസ് ആണ് ഈ നഗരം പണികഴിപ്പിച്ചത് എന്ന് പാരമ്പര്യം പറയുന്നു. അങ്ങനെ റോമുലസ് എന്ന് പറയുന്ന വ്യക്തിയാൽ പണികഴിപ്പിക്കപ്പെട്ട ഈ പ്രത്യേക സ്ഥലം അല്ലെങ്കിൽ റോമാപുരി മാഷ് ദേവന്റെ പുത്രന്റെ ഐതിഹ്യമനുസരിച്ച് ഈ റോമുലസ് മാഷ് ദേവന്റെ പുത്രനായിരുന്നു. തന്നെ ബന്ധുക്കൾ ഉപേക്ഷിക്കുകയും ശിശുവായ റോമുലസിനെ പോറ്റി വളർത്തേണ്ടതിന് ഒരു ഇടയന്റെ ഭാര്യ ചുമതലയേൽക്കുകയും ചെന്നായ്ക്കളുടെ കൂടെ വസിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. എനിഹാവ് റോമുലസിന്റെ പേരിൽ നിന്നുമാണ് റോമ എന്ന പേര് ലഭിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഭൂമിശാസ്ത്രപരമായി മെഡിറ്ററേനിയൻ കടലിന്റെ നിന്നും ഒരു 15 മൈൽ ഉള്ളിലായി ടൈബർ നദീതീരത്ത് ആണ് ഈ നഗരത്തിന്റെ യഥാർത്ഥ സ്ഥാനം. ടൈബർ നദിയുടെ തീരത്താണ് റോമൻ നഗരത്തിന്റെ യഥാർത്ഥ സ്ഥാനം. ഇത് 7 മലകളാൽ ചുറ്റപ്പെട്ട അല്ലെങ്കിൽ മലകളിൽ സ്ഥാപിക്കപ്പെട്ട ഒരു പട്ടണമാണ്. വാസ്തവത്തിൽ അത് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. 7 കുന്നുകൾ ഒന്നിച്ച് യോജിപ്പിച്ച് പണിയപ്പെട്ടിരിക്കുന്ന ഒരു നഗരമാണ് അതെ റോം എന്ന് പറയുന്നത്. പലാത്തീൻ, കാപ്പിറ്റോളിൻ, ടുറാനിൻ, അവന്തിൻ, ചോളിയം, വിമാനാൻ, സെക്കുലിൻ എന്നിവയാണ് ഈ 7 കുന്നുകൾ. ഈ 7 കുന്നുകളെ യോജിപ്പിച്ചു പണിയപ്പെട്ടിരിക്കുന്ന ഒരു വിശാലമായ നഗരമാണ് റോം നഗരം. റോമിലെ ആദ്യത്തെ ആദിവാസികൾ എന്ന് പറയുന്നത് പലയിടങ്ങളിൽ നിന്ന് ഒളിച്ചോടി അവിടെ എത്തിയ ആൾക്കാരാണ് റോമിലെ ആദിവാസികൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് റോമിന് ഒളിച്ചോടുന്നവരുടെ നഗരം എന്ന് പേര് വരുവാൻ കാരണമായി തീർന്നത്, അല്ലെങ്കിൽ ഒളിച്ചോടുന്നവരുടെ സങ്കേത നഗരം എന്ന് പേര് വരുവാൻ കാരണമായി തീർന്നത്. ഈ നഗരം ജാതികളുടെ അധിവാസ സ്ഥലമാണ്. ഏറ്റവും അധികം ജാതികൾ കുടിയേറി പാർത്തതും ഏകദേശം 420 പരം വിജാതീയ ക്ഷേത്രങ്ങൾ നിലനിന്നതുമായ ഒരു സ്ഥലമാണ് പ്രാചീന റോം. അപ്പോൾ ജാതികളാൽ ചുറ്റപ്പെട്ടതും ജാതികളുടെ അധിവാസ ഭൂമിയും ആയിരുന്ന സ്ഥലം ദേവന്മാരുടെ ആദിവാസമായിരുന്നു. എല്ലാവിധ മ്ലേച്ഛതകളും അവിടെ നിലവിലിരുന്നു. റോമാലേഖനം 1-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് നാം അറിയപ്പെടുന്ന എന്തെല്ലാം പാപങ്ങളുണ്ടോ അതെല്ലാം കൊടികുത്തി വാണുകൊണ്ടിരുന്ന മ്ലേച്ഛതയുടെ ഒരിടമായിരുന്നു റോം എന്ന് പ്രാചീന ചരിത്രം നമ്മളോട് പറയുന്നു. ഈ റോമൻ ഭരണത്തിൽ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്ന ചക്രവർത്തിമാരുണ്ട്. ആ ചക്രവർത്തിമാരെല്ലാം തന്നെ ഏറിയ പങ്കും അസന്മാർഗികളും നിഷ്ഠൂരന്മാരുമായിരുന്നു. ജൂലിയസ് സീസറിനെ കുറിച്ച് സോക്രട്ടീസ് പറഞ്ഞിരിക്കുന്നത് ഓരോ സ്ത്രീയുടെയും പുരുഷൻ ഓരോ പുരുഷന്റെയും സ്ത്രീ എന്നാണ്. അഗസ്റ്റസ് സീസർ, തിബരിയോസ് കൈസർ, നീറോ തുടങ്ങിയ ചക്രവർത്തിമാരുടെ ജീവിത ശൈലി ഏറ്റവും ശോചനീയമായ ഒന്നായിരുന്നു. റോമിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഏതൊരു ചക്രവർത്തിയെ എടുത്തു നോക്കിയാലും നീചമായ നിലയിൽ ധാർമ്മികമായി അധപ്പതിച്ച ചക്രവർത്തിമാരായിരുന്നു. റോമാലേഖനത്തിൽ പൗലോസ് ഇപ്രകാരം ഒരു പദം അതുകൊണ്ട് എഴുതിയത് ഇങ്ങനെയാണ്: ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് ഒത്തവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു വന്നു.
ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിനൊത്തവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു വിഭാഗം ജനങ്ങൾ അധിവസിച്ചിരുന്ന ഒരു സ്ഥലത്ത് പിൽക്കാലത്ത് ദൈവത്തിന്റെ സുവിശേഷം എത്തിച്ചേരുവാനും സഭകൾ സ്ഥാപിക്കപ്പെടുവാനും ഇടയായി എന്നുള്ളതൂടെ നാം മനസ്സിലാക്കണം. ഏതെല്ലാം നിലയിൽ അന്യാരാധന ശക്തിപ്പെട്ടിരുന്നാലും, അമ്പലങ്ങൾ കൊടികുത്തിവാണാലും, സൂര്യാരാധനകൾ നിലവിലിരുന്നാലും, പൈശാചിക ശക്തികൾ ബലപ്പെട്ടിരുന്നാലും, ദൈവമക്കൾ ഇന്ന് രാവിലെ സമയത്ത് ദൈവത്തിന് പഠിക്കുമ്പോൾ ഓർക്കണം, ദൈവത്തിന് എവിടെയും പ്രവർത്തിപ്പാൻ കഴിയും. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. ഏത് രാജ്യത്തും അതിന്റെ വെള്ളിക്കൊടി പാടി ഉറപ്പിക്കുവാൻ സുവിശേഷം ശക്തമാണ്. സ്തോത്രം. ഇവിടെ എങ്ങനെയാണ് സഭ സ്ഥാപിക്കപ്പെടുവാനിടയായത്? ആരാണ് ഇവിടെ പോയി സുവിശേഷം പറഞ്ഞത് എന്നറിയുവാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കുമല്ലോ. കർത്താവിന് സ്തോത്രം. നമ്മുടെ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഏതാണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പഠിക്കുമ്പോൾ പെന്തക്കോസ്ത് നാൾ വന്ന സമയത്ത് റോമിൽ നിന്ന് വന്ന ഒരു കൂട്ടം ആളുകൾ ഈ പെന്തക്കോസ്ത് പെരുന്നാളിൽ സംബന്ധിച്ചതായിട്ട് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ അവിടെ വന്ന് പെന്തക്കോസ്ത് പെരുന്നാളിൽ സംബന്ധിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോട് ജനം ഓടിക്കൂടുകയും പത്രോസിന്റെ പ്രസംഗം കേട്ട് 3000 പേർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. ആ സ്നാനപ്പെട്ടവർ അതിൽ ഒരു കൂട്ടം ആളുകൾ റോമിൽ നിന്ന് വന്നു പാർക്കുന്നവരാണെന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതായ ആ ഒരു വിഭാഗം ആളുകൾ മടങ്ങി റോമിലെത്തുന്നു. അവർ യഹൂദന്മാരും യഹൂദ മതാനുസാരികളുമായ ആളുകളാണ്. അപ്പോൾ ആദ്യമായി റോമിലെ സഭ എന്ന് പറയുന്നത് റോമിലുണ്ടായിരുന്ന യഹൂദന്മാർ രക്ഷിക്കപ്പെട്ടു വന്ന ഒരു വിഭാഗമാണ്. യഹൂദന്മാരാണ്. അത് സഭയുടെ ഒന്നാമത്തെ ഘട്ടമാണ്. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ യെരൂശലേമിലെ സഭയിൽ പീഡയുണ്ടായി. ചിതറിപ്പോയവർ അവിടെവിടെയായി സുവിശേഷം അറിയിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. തികച്ചും അങ്ങനെ വന്ന് അത് സംഭവിച്ചപ്പോൾ യെരൂശലേമിന് വന്നതിന് ചുറ്റുപാടുമുള്ള വിശ്വാസികളിൽ നേറിയ പങ്കാളുകളും ചിതറിപ്പോയവരും ഒരു കൂട്ടം ആളുകൾ തികച്ചും റോമിലെത്തുവാൻ സാധ്യതയുണ്ട്. അവരാൽ അവിടെ സുവിശേഷം അറിയിക്കപ്പെടുവാനിടയായിട്ടുണ്ട്. മൂന്നാമത്തെ കൂട്ടര് പൗലോസിന്റെ മിഷണറി യാത്രയിലും പൗലോസിൽ നിന്നും സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട ഒരു വലിയ കൂട്ടം ആളുകളുണ്ട്. വ്യവസായത്തിൽ ഏർപ്പെട്ടിരുന്ന ഈ കൂട്ടം ആൾക്കാരിൽ പലരും വേദവിശ്വാസികളാണ്. അവർ യാത്രാമധ്യേ ഇറ്റലിയിലെത്തുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ ഒരു വലിയ കൂട്ടം ആളുകൾ അവിടെ ചെന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ ജാതികളിൽ നിന്നുമുള്ളതായ അനേകർ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുവാനിടയായി. ആദ്യം അവിടെ ഉണ്ടായിരുന്നവർ യഹൂദന്മാർ മാത്രമാണ്. എന്നാൽ പിന്നീട് ജാതികളിൽപ്പെട്ടവരും രക്ഷിക്കപ്പെട്ട സഭയോട് ചേരുവാനിടയായി. അങ്ങനെ രണ്ട് വിഭാഗങ്ങളും ചേർന്ന ഒരു സഭ അവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് ഏതാണ്ട് AD 49 ക്ലൗദിയോസ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഇറ്റലിയിലുള്ളതായ സകല യഹൂദന്മാരും ഇറ്റലി വിട്ടുപോകണം. അങ്ങനെ ക്ലൗദിയോസിന്റെ ആ പ്രഖ്യാപനം മുഖാന്തരം അനേകര് അവിടെ നിന്ന് പോകുവാനിടയായി. അപ്രകാരം സംഭവിച്ചെങ്കിൽ നാം പറഞ്ഞ സഭയിൽ നിന്നുള്ള യഹൂദന്മാരിൽ ഏറിയ വന്ന ആളുകളും അവിടുന്ന് പോകേണ്ടതായിട്ട് വന്നു. ആ പോയവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് പ്രവർത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അക്വിലാസും പ്രിസ്കില്ലയും.
അവർ റോമിൽ നിന്ന് വന്നവരാണ്. അവർ പൗലോസുമായി കൂടി അത് സുവിശേഷീകരണത്തിൽ ഏർപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. അങ്ങനെ പൗലോസിന്റെ അറിവിൽ റോമിനെ കുറിച്ചും റോമിലെ വിശ്വാസികളെ കുറിച്ചും ഒരു ധാരണ കൊടുക്കുവാൻ ഇടയായി തീർന്നത് ഈ പ്രത്യേക ദമ്പതിമാരിൽ നിന്നാണ്. എന്നാൽ കാലം അല്പം മുൻപോട്ട് പോയപ്പോൾ AD 54 വീണ്ടും അത് റോമിൽ ഭരണം ഏറ്റെടുത്തത് നീറോയാണ്. റോമിലെ ഭരണം AD 54 സാരഥ്യം ഏറ്റെടുത്തത് നീറോയാണ്. നീറോ സാരഥ്യം ഏറ്റെടുത്തപ്പോൾ നീറോ വീണ്ടും ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ഇവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെല്ലാം മടങ്ങി വരട്ടെ. അങ്ങനെ യഹൂദന്മാരെല്ലാം വീണ്ടും മടങ്ങിയെത്തി. നോക്കണം, യഹൂദന്മാർ മടങ്ങിയെത്തിയപ്പോൾ അവർ പഴയ സഭകളിലേക്ക് ചെന്ന് ആരാധിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ നേരത്തെ ജാതികളിൽ നിന്ന് വന്ന ആൾക്കാരാണ് കൂടുന്നത്. അപ്പൊ ഈ ആൾക്കാരുമായി ചേർന്ന് മിങ്കിൾ ചെയ്യുവാൻ കഴിയാതെ ഒരു ധാരണപ്രശ്നം അവരുടെ ഇടയിൽ ഉണ്ടായി. ഇതിന് റീപ്ലേസ്മെന്റ് തിയറി എന്നാണ് പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്നവരാണ് യഹൂദന്മാർ, അവരവിടുന്ന് പോകേണ്ടതായിട്ട് വന്നു. അവിടെ ജാതികളുടെ അതേ മെജോറിറ്റി ഉണ്ടാകുവാനിടയായി. ജാതികളിലായിരിക്കുന്ന വിശ്വാസികൾ കൂടുമ്പോൾ അവരിലേക്ക് കൂടെ അവരുമായി ഒത്തുചേർന്ന് പോകുവാൻ താല്പര്യമില്ലാത്ത യഹൂദന്മാർ അവരുടെ ഇടയിൽ വലിയ സ്പ്ലിറ്റ് ഉണ്ടാകുവാനിടയായി എന്നാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒരു റീപ്ലേസ്മെന്റ് അവിടെ ഉണ്ടായേ മതിയാകത്തുള്ളൂ. ഈ കാര്യം യഹൂദനായ പൗലോസ് അറിഞ്ഞു. അപ്പോൾ പൗലോസിന് അത് വിഷമകരമായി തീർന്നു. ഈ പ്രശ്നവും പൗലോസ് പരിഹരിക്കണം. അങ്ങനെ റോമിലെ സഭയെ സംബന്ധിച്ച് ഒരു വിഭാഗീകരണത്തിൽ എത്തിച്ചേർന്ന സമയത്താണ് പൗലോസ് ഈ ലേഖനം അവിടെയൊക്കെ കൊടുത്തയക്കുന്നത്. അപ്പോൾ റോമിൽ ആര് സഭ സ്ഥാപിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം പെന്തക്കോസ്ത് നാളിൽ യെരൂശലേമിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് സ്നാനപ്പെട്ട് കടന്നുപോയ ദൈവമക്കളാൽ സ്ഥാപിതമായതാണ് റോമിലെ ആദ്യത്തെ സഭ. പലരും ചിന്തിക്കുന്നത് റോമിലെ ആദ്യത്തെ സഭ റോമാ സഭയാണ്. എന്നാൽ നാം ഒരു സത്യം മനസ്സിലാക്കണം, അത് ആദ്യം റോമാ സഭയല്ലായിരുന്നു, അത് പെന്തക്കോസ്ത് സഭയായിരുന്നു. അവിടെയുള്ള ദൈവസഭയിൽ ആദ്യത്തെ വിശ്വാസികൾ യഹൂദന്മാരായിരുന്നു. അവരോട് ചേർന്ന് വന്നത് ജാതികളിൽപ്പെട്ടവരാണ്. എന്നാൽ അവരെ തമ്മിൽ യോജിപ്പിച്ചിട്ട് ഐക്യതയിൽ നിർത്തി അവരുടെ ജീവിതത്തിൽ ആഴമേറിയ സത്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാൻ ഈ ലേഖനം ഏറ്റവും ആവശ്യമാണ്. കർത്താവിന് സ്തോത്രം. അങ്ങനെയാണ് റോമിൽ സഭ സ്ഥാപിതമായതും പൗലോസ് ഈ ലേഖനം അവിടെ എത്തിക്കുവാൻ ഇടയായി തീർന്നതും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പിൽക്കാലത്ത് റോമിൽ ഉണ്ടായിരുന്ന ദൈവസഭയാണ് ദുരുപദേശങ്ങൾ കടന്നുകൂടി വികേന്ദ്രീകരണം ഉണ്ടായി, ഭാഷന്റെ ഉപദേശങ്ങൾ കയറി ജീവിതത്തിൽ ഭിന്ന ഭിന്നമായ അവസ്ഥാവിശേഷമുണ്ടായി സഭ മതമായി മാറുവാൻ ഇടയായി തീർന്നത്. ഇത് സംഭവിച്ചത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലയളവിലാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, അതൊരു ചരിത്രമാണ്. കോൺസ്റ്റന്റൈന്റെ കാലയളവ് മുതലാണ് ക്രൈസ്തവ സഭയുടെ തകർച്ച ആരംഭിക്കാൻ ഇടയായി തീർന്നു. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ റോമിൽ ഉണ്ടായിരുന്നത് നാം വിശ്വസിക്കണം, നാം മനസ്സിലാക്കണം. അത് ദൈവജനമായിരുന്നു, അത് ദൈവസഭയായിരുന്നു. അവിടെ പരിശുദ്ധാത്മാവിന്റെ അതേ നൽവരങ്ങളാൽ നിറഞ്ഞിരുന്നവരായിരുന്നു. അവർ ദൈവമക്കളായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് എഴുതുമ്പോൾ അവരോട് പറയുന്നത്, ഞാൻ അവിടേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു, അതേ നൽവരങ്ങൾ വല്ലതും നിങ്ങൾക്ക് തരണമെന്നും നിങ്ങളാൽ എനിക്ക് അതേ ദൈവകൃപ കണ്ട് സന്തോഷിച്ച് നൽവരങ്ങൾ പ്രാപിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്. അങ്ങനെയുള്ളതായ ഒരു സഭ കാലാന്തരത്തിൽ എത്രയോ ശോചനീയമായി തകർന്നു പോകുവാൻ ഇടയായി തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് പൗലോസ് ഇത് എഴുതിയത്?
അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. പൗലോസിന്റെ ഹൃദയത്തിൽ പല ആഗ്രഹങ്ങൾ നിലവിലിരുന്നു. അത് ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ ഉദ്ദേശം, പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും എഴുതിയത് പ്രത്യേക ഉദ്ദേശത്തിന്റെ പേരിലാണ്. അത് സുവിശേഷമായാലും, അത് ലേഖനമായാലും, വെളിപ്പാട് പുസ്തകമായാലും, അതെല്ലാം എഴുതിയത് പ്രത്യേക സാഹചര്യത്തിലും ഉദ്ദേശത്തിലും എഴുതിയതാണ്. അതുപോലെ തന്നെയാണ് റോമാലേഖനവും. അത് പ്രത്യേക ഉദ്ദേശത്തിന്റെ പേരിലാണ് എഴുതിയിട്ടുള്ളത്. അത് നമുക്കിത് മനസ്സിലാക്കുവാൻ, ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം പൗലോസിന്റെ ഒരു വലിയ ആഗ്രഹമാണ് റോമിൽ എത്തിച്ചേരണമെന്ന്. അങ്ങനെ റോമിൽ താൻ എത്തിച്ചേരുമ്പോൾ, അതിന് മുമ്പായി ഈ ലേഖനം അവിടെ എത്തുമ്പോൾ, പൗലോസിനെ കുറിച്ച് ഒരു നല്ല ധാരണ അവിടെയുള്ള വിശ്വാസികളുടെ ഹൃദയത്തിൽ വരുത്തി വെക്കണം എന്ന് പൗലോസ് ആഗ്രഹിച്ചു. ഈ കത്തെഴുതുവാനുള്ള സമയം തന്റെ ഹൃദയത്തിൽ കൂടെ കടന്നുപോയ ചിന്ത ഒരുപക്ഷെ അതായിരിക്കണം. കാരണം തന്റെ ഔദ്യോഗിക പദവിയും, തന്റെ സ്ഥാനവും, തന്റെ അധികാരവും, തന്റെ അപ്പോസ്തോലത്വവും, താൻ എന്താണ് പ്രസംഗിക്കുന്നതെന്നും താൻ ആരെക്കുറിച്ചാണ് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ നേരത്തെ ആ വിശ്വാസികളെ ഒന്ന് ധരിപ്പിക്കണം എന്ന് നിശ്ചയമായും പൗലോസ് ചിന്തിച്ചിരിക്കും. മറ്റൊരു ലക്ഷ്യം, ലേഖന വായനക്കാരായ റോമിലെ വിശ്വാസികളെ വചനത്തിലും പുതിയ നിയമ ഉപദേശത്തിലും സ്ഥിരതയുള്ളവരാക്കി, ദീർഘദൃഷ്ടിയുള്ളവരാക്കി, വേദശാസ്ത്രപരമായ വിഷയത്തിൽ അവരെ വളർത്തി എടുക്കണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ആഴമേറിയ സത്യങ്ങളിലേക്ക് അവിടെയുള്ള വിശ്വാസികളെ കൊണ്ടുവരുവാൻ താൻ വളരെ ആഗ്രഹിച്ചു. മറ്റൊന്ന്, 3 വലിയ പട്ടണങ്ങളെ താൻ ഈ ലേഖനം കൊണ്ട് യോജിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, യെരുശലേമിലുള്ള വിശ്വാസികൾ. 2, റോമിലുള്ള വിശ്വാസികൾ. 3, സ്പെയിനിലുള്ള ജാതികളിൽപ്പെട്ടതായ ആളുകൾ. പൗലോസ് പറയുന്നു, ഞാൻ ഇവിടെ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഞാൻ നിങ്ങളാൽ സ്പെയിനിലേക്ക് യാത്ര അയക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ യെരുശലേമും റോമും സ്പെയിനും, ഈ 3 വലിയ സിറ്റികൾ ഒന്നിച്ച് ഘടിപ്പിക്കുന്ന ഒരു ലേഖനമാണ് ഈ റോമാലേഖനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ മോശിക ന്യായപ്രമാണം ദൈവഹിതത്തിന്റെ അന്തിമവും സാർവത്രിക ബാധ്യതയുള്ളതാണെന്നും താൻ അവരെ ബോധ്യപ്പെടുത്തുന്നു. അതിനാൽ ജാതികളിൽ ഒരുത്തൻ ക്രിസ്ത്യാനിയാകുമ്പോൾ പരിച്ഛേദന ആവശ്യമില്ലെന്നും യഹൂദ മതാനുസാരികൾ പഠിപ്പിക്കുന്ന ദുരുപദേശങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമാണെന്നും അവരെ ബോധ്യപ്പെടുത്തുവാൻ ഇതിൽ കൂടെ താൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒടുവിലായി ഞാനൊരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ. സ്ഥായിയായ വിശ്വാസ മാർഗത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന നിരവധി ദുരുപദേശങ്ങളുടെ നാരായ വേര് താൻ അറുത്ത് വിടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. താൻ പറയുന്നു, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണം. റോമർ 16-ാം അധ്യായം 17-ാം വാക്യം അങ്ങനെയാണ് താൻ പറയുന്നത്. ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഒരു വാണിംഗ് കൊടുക്കുകയാണ്. എന്താ വാണിംഗ്? നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും, അതായത് ഭിന്നതകളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണം. അപ്പോൾ അവിടെ നിലവിലിരിക്കുന്നതായ ആ വിഭാഗീകരണത്തെ ഒന്ന് തുടച്ചു മാറ്റി അവരുടെ ഇടയിൽ ദുരുപദേഷ്ടന്മാർ കടത്തിവിട്ടിരിക്കുന്നതായ അതേ പല കാര്യങ്ങളെയും തുടച്ചു നീക്കി സഭയെ ശുദ്ധമാക്കി തീർക്കണം എന്നുള്ളതാണ് പൗലോസിന്റെ വലിയ ആഗ്രഹം. പ്രൈസ് ഗോഡ്. ഈ ലേഖനത്തിന്റെ പ്രാധാന്യം എന്താണ്? ഇത് ഞാൻ നേരത്തെ ഓർപ്പിച്ചു.
ദൈവത്തിന്റെ വിശ്വാസത്താലുള്ള നീതീകരണം എന്നതാണ് ഇതിന്റെ പ്രധാന വിഷയം. അപ്പോൾ നീതീകരണത്തെ കുറിച്ച് അധികം ശക്തിയായി പൗലോസ് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒരു വിഷയമായി നിലകൊള്ളുന്നു. വിശ്വാസത്താലുള്ള നീതീകരണം. വാസ്തവത്തിൽ 1-ാം അധ്യായം 16-ാം വാക്യത്തിലാണ് ആ വാക്യം പൗലോസ് ഉദ്ധരിച്ചിരിക്കുന്നത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. റോമർ 1:17. റോമർ 1:17. ഇത് ഹബക്കുക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിന്റെ ഉദ്ധരണിയാണ്. ഹബക്കുക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിന്റെ ഉദ്ധരണിയാണ്. ഈ വാക്യം ഗലാത്യ ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യത്തിലും എബ്രായ ലേഖനം 10-ാം അധ്യായം 38-ാം വാക്യത്തിലും പൗലോസ് ഉദ്ധരിച്ചിട്ടുണ്ട്. വാക്യം ഇതാണ്: എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. മൈ ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്. ഈ ഒരേ വാക്യം ഗലാത്യ ലേഖനത്തിലും എബ്രായ ലേഖനത്തിലും റോമാലേഖനത്തിലും പൗലോസ് കോട്ട് ചെയ്തിരിക്കാൻ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. ഈ 3 ലേഖനങ്ങളും പൗലോസ് ആണ് എഴുതിയത്. അത് നമുക്ക് തീർത്ത് പറയുവാൻ കഴിയും. ഈ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആഴമേറിയ സത്യങ്ങളെ പൗലോസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. മറ്റ് ലേഖനങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത അനേക പദപ്രയോഗങ്ങൾ അത് ഇതിനകത്ത് ആവർത്തിക്കപ്പെടും. വളരെ ശ്രദ്ധിക്കുക. സുവിശേഷം, പാപം, പുനരുത്ഥാനം, രക്ഷ, വിശ്വാസം, നീതി, നീതീകരണം, ദൈവക്രോധം, ന്യായവിധി, മാനസാന്തരം, ന്യായപ്രമാണം, കുറ്റക്കാരൻ, വീണ്ടെടുപ്പ്, പ്രായശ്ചിത്തം, നിരപ്പ്, കൃപ, കണക്കിടുക, സമാധാനം, മരണം, വിശുദ്ധീകരണം, പുത്രത്വം, ദത്തെടുപ്പ്, തിരഞ്ഞെടുപ്പ്, മുന്നറിവ്, മുൻനിയമനം, പ്രത്യാശ, രൂപാന്തരം, തേജസ്കരണം. ഈ പദപ്രയോഗങ്ങളെല്ലാം ആഴമേറിയ സത്യങ്ങളെ ഉൾക്കൊള്ളുന്ന പദപ്രയോഗങ്ങളാണ്. നമുക്ക് വളരെ പ്രയാസം തോന്നും, അരാജകം തോന്നും. ഇതെന്തൊരു എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? ഇങ്ങനെയുള്ളതായ വേദശാസ്ത്രപരമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആഴമേറിയ സത്യത്തെ താൻ നമ്മുടെ മുമ്പിൽ വരയ്ക്കുകയാണ്. ഈ സത്യമാണ് ലോകത്തെ കീഴ്മേൽ മറിച്ച അതേ ശ്രേഷ്ഠമേറിയ ഈ ലേഖനം. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണം എന്ന പദം ഇതിനകത്ത് 78 പ്രാവശ്യം ആവർത്തിക്കും. നീതീകരണം എന്ന പദം 66 പ്രാവശ്യം ആവർത്തിക്കും. വിശ്വാസം എന്ന പദം 62 പ്രാവശ്യം ആവർത്തിക്കും. പാപം എന്ന പദം 60 പ്രാവശ്യം ആവർത്തിക്കുന്നു. മരണം എന്ന പദം 42 പ്രാവശ്യം ആവർത്തിക്കുന്നു. നോക്കുക, കണക്കിടപ്പെട്ടു എന്നത് 19 പ്രാവശ്യം ആവർത്തിക്കുന്നു. ദൈവം ശിക്ഷിച്ചു എന്ന പദം 9 പ്രാവശ്യം, ദൈവം ക്ഷമിച്ചു എന്ന പദം 10 പ്രാവശ്യം ആവർത്തിക്കുന്നു. അപ്പോൾ ഒരു വിഷയം ആവർത്തിച്ച് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എത്ര ശ്രേഷ്ഠമേറിയ നിലയിലാണ് തൻ്റെ വാക്കുകൾ ഇടതടവില്ലാതെ മുന്നോട്ട് നീങ്ങുന്നത്. ഈ 16 അധ്യായങ്ങൾ അടങ്ങിയ ഈ പ്രത്യേക ലേഖനത്തിൽ 16 അധ്യായങ്ങൾ അടങ്ങിയ ഈ പ്രത്യേക ലേഖനങ്ങളിൽ ആദ്യത്തെ 8 അധ്യായത്തിൽ ഉപദേശപരമായ വിഷയങ്ങളാണ് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് 9, 10, 11 ഈ 3 അധ്യായങ്ങളിൽ യഹൂദനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. തുടർന്ന് 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ
പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം 8 അധ്യായങ്ങളിൽ ഉപദേശപരമായ വിഷയങ്ങൾ പറയുന്നു. തുടർന്ന് 12 മുതൽ 16 വരെ അധ്യായങ്ങളിൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് പറയുന്നു. ഇതിന്റെ ഇടയ്ക്ക് 3 അധ്യായങ്ങളിൽ യഹൂദനെ കുറിച്ച് പറയുന്നു. എന്തിനാണ് ഇതിനിടയ്ക്ക് യഹൂദനെ കുറിച്ച് പറയുന്നത്? കാരണം ഉപദേശപരമായ വിഷയവും പ്രായോഗികപരമായ വിഷയവും കോർത്തിണക്കുമ്പോൾ യഹൂദനെ കുറിച്ച് ഒരു സൂചന തരികയാണ്. യഹൂദനെ കുറിച്ച് പറയുമ്പോൾ 9-ാം അധ്യായത്തിൽ യഹൂദനെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയുന്നു. ഇത് ഇലക്ഷൻ ഓഫ് ഹീബ്രു, എബ്രായരുടെ തെരഞ്ഞെടുപ്പ്. ആ എബ്രായ ജനതയുടെ തെരഞ്ഞെടുപ്പാണ് 9-ാം അധ്യായം. 10-ാം അധ്യായം അവരുടെ തിരസ്കരണമാണ്, റിജക്ഷൻ ഓഫ് ഹീബ്രു നേഷൻ. അവരുടെ തിരസ്കരണമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 11-ാം അധ്യായം അവരുടെ അംഗീകരണമാണ് എഴുതിയിരിക്കുന്നത്, റെസ്റ്റോറേഷൻ. അപ്പോൾ 9-ാം അധ്യായം അവരുടെ എലക്ഷൻ, 10-ാം അധ്യായം അവരുടെ റിജക്ഷൻ, 11-ാം അധ്യായം അവരുടെ റെസ്റ്റോറേഷൻ. അവരെ തെരഞ്ഞെടുത്തു, അവർ തിരസ്കരിക്കപ്പെട്ടു, എങ്കിലും അവർ അംഗീകരിക്കപ്പെട്ടു. ഇത് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് നാം ഉപദേശപരമായി ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നു എങ്കിലും വീട് പോകുവാൻ സാധ്യതയുള്ള ഒരു രംഗം നമ്മുടെ മുൻപിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഉപദേശവും പ്രായോഗിക ജീവിതവും തമ്മിൽ കോർത്തിണക്കുമ്പോൾ ഈ യഹൂദന്റെ ചരിത്രം അതിന്റെ നടുവിൽ ചേർത്തിണക്കി വെച്ചിരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ റോമാലേഖനം പഠിക്കുന്ന ഒരാൾ 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് അത് 5 പ്രധാന വിഷയങ്ങൾ അവരുടെ മനസ്സിൽ ഉൾക്കൊള്ളണം. ആദ്യത്തെ 3 അധ്യായങ്ങൾ പാപത്തെ കുറിച്ചാണ് പറയുന്നത്, പാപത്തെ കുറിച്ച്. അടുത്ത ഈ 5-ാം അധ്യായം പറയുന്നത്, 4ഉം 5ഉം അധ്യായങ്ങൾ പറയുന്നത് രക്ഷയെ കുറിച്ചാണ്, സാൽവേഷൻ. അടുത്ത 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്നത് വിശുദ്ധീകരണത്തെ കുറിച്ചാണ്, അഥവാ സാന്റിഫിക്കേഷൻ. 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്നത് ദൈവത്തിന്റെ സർവാധികാരത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരമാധികാരം, സോവറിറ്റി ഓഫ് ഗോഡ്. ഏറ്റവും ലാസ്റ്റിൽ വരുന്ന അധ്യായങ്ങൾ സേവനത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നോക്കുക, പാപം, രക്ഷ, സാൽവേഷൻ, വിശുദ്ധീകരണം, സാന്റിഫിക്കേഷൻ, ദൈവത്തിന്റെ പരമാധികാരം, സോവറിറ്റി, സേവനം, സർവീസ്. എത്ര വ്യക്തമായ നിലയിലാണ് ഈ ലേഖനം അടുക്കി പറക്കി നമ്മുടെ കയ്യിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തി പാപം എന്താണെന്ന് മനസ്സിലാക്കുന്നു. 2-ാം അധ്യായത്തിൽ അതിന് വിശുദ്ധീകരണം കൊടുക്കുന്നു. 3-ാം അധ്യായത്തിൽ അതെല്ലാവരെയും ഒരുപോലെ ബാധിച്ചിരിക്കുന്നു എന്ന് സമർത്ഥിക്കുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. റോമാലേഖനം നമ്മളെ ആദ്യം കൂട്ടിക്കൊണ്ടു പോകുന്നത് പാപം എന്താണെന്ന് പഠിപ്പിക്കുവാനാണ്. പ്രാചീന കാലത്ത് മുതൽ ഇങ്ങനെ പറയാറുണ്ട്, എല്ലാ റോഡുകളും റോമിലേക്കാണ്. ഇതുപോലെ ആദ്യത്തെ എല്ലാ അധ്യായങ്ങളും അത് വിരൽ ചൂണ്ടുന്നത് പാപത്തിലേക്കാണ്. തുടർന്ന് വരുന്ന എല്ലാ അധ്യായങ്ങളും വിരൽ ചൂണ്ടുന്നത് ക്രിസ്തുവിലേക്കാണ്. എല്ലാ റോഡുകളും
റോമിലേക്കെന്ന് പറഞ്ഞ പോലെ റോമാലേഖനം വിരൽ ചൂണ്ടുന്നത് ക്രിസ്തുവിലേക്കാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുക, ക്രിസ്തുവിൽ നീതീകരണം കണ്ടെത്തുക. അതാണ് വിശ്വാസത്താലുള്ള നീതീകരണം. കർത്താവ് അനുവദിച്ചാൽ എന്താണ് പാപം, എന്താണ് രക്ഷ, എന്താണ് നീതീകരണം, എന്താണ് തെരഞ്ഞെടുപ്പ്, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വിശാലമായി പഠിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലിന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Amen. Praise the Lord. Hallelujah.